ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ദേ ആസ് യൂഷ്വൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ. അതായത് നമ്മുടെ ഇതില് എല്ലാ ദിവസവും നടക്കുന്നത് കാര്യങ്ങളാണ് ഇന്നും നടന്നിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ പോത്തൂട്ടി വന്നിട്ടുള്ള ഒരു ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പോത്ത് വന്നിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ തന്നെയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അതിനുശേഷം സൂചേട്ടൻ എണീറ്റിട്ട് പാടത്ത് കൊണ്ടുപോയി കെട്ടുവിട്ടോ. നമുക്ക് പാടമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പോത്തിനെ വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ നിറയെ പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഞാൻ എണീറ്റുള്ളൂ. അപ്പൊ പല്ലൊക്കെ തേച്ച് കുറച്ച് വെള്ളം കുടിച്ചു. ദാഹിച്ചിട്ട് വയ്യായിരുന്നു കേട്ടോ. മഴയാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ നല്ല ചൂടാണ്, എന്താണെന്ന് അറിയില്ല. ഭയങ്കര അങ്ങോട്ട് തണുപ്പായിട്ടില്ല. അപ്പൊ ദേ സൂചേട്ടൻ എണീക്കണേന് മുമ്പ് ഞാൻ നമ്മുടെ പോത്തിന്റെ ചോളത്തവിടില്ലേ, അതൊന്ന് കുതിർത്തിടുന്നുണ്ട്. അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ കൊടുക്കാലോ, എണീറ്റ് അപ്പൊ തന്നെ കൊടുക്കാം. അങ്ങനെ ദേ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇന്നലത്തെ മീൻ നമ്മൾ മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കുടുതയായിരുന്നു കേട്ടോ. അപ്പൊ കറി ഉണ്ട്. അപ്പൊ മീൻ ഇന്ന് വറുത്തു. അതിനുശേഷം ചോറ് വെച്ചിട്ടു. ഞാൻ ചോറ് കുക്കറിലാണ് വെക്കുന്നതെന്ന് ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ചോറ് വെച്ചു. പിന്നെ എന്താന്നറിയില്ല, ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം പാത്രങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സിങ്ക് നിറയും. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അപ്പ കഴുകി വെച്ചില്ലെങ്കിൽ നല്ലോണം കൂടും. അപ്പൊ ഞാൻ അതൊക്കെ കഴുകി വെച്ചു. അതിനുശേഷം ചെറുപയർ കുറച്ചു നേരം വെള്ളത്തിലിട്ടു. പിന്നെ ഞാൻ കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ടോ. എനിക്ക് രാവിലെ എണീറ്റ് അപ്പൊ തന്നെ ചായ കുടിക്കണ, പണ്ടൊന്നും എനിക്ക് ചായ വേണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഇവിടെ വന്നതിന് ശേഷം ചായ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നമ്മള് റവട ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് റവട ദോശ. അതിന് നമ്മള് ചെറുപയർ കറി ഉണ്ടാക്കി. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ചോറൊക്കെ ഊറ്റിയിട്ട്, അപ്പൊ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ ചോറും കഞ്ഞിവെള്ളം ഒന്നും വേസ്റ്റ് ആവില്ല. നമ്മുടെ പോത്തൂട്ടന് കൊടുക്കാലോ. പോത്തിന്റെ പേര് കട്ടപ്പ എന്നാണ്. അപ്പൊ നമ്മുടെ കട്ടപ്പക്ക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇനി വേസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ ദേ അടുക്കളയിലെ പണിയൊക്കെ കഴിയുമ്പോ ദേ ഹാളൊക്കെ ഏകദേശം അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് സുക്രു. അങ്ങനെ ദേ അതൊക്കെ ഞാൻ വൃത്തിയാക്കണതിന് മുമ്പ് സുചേട്ടൻ എണീറ്റ് ദേ നമ്മുടെ കട്ടപ്പന പാടത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ദേ സുക്രു ഒക്കെ കുളിക്കാൻ റെഡി ആവാറായി. തുമ്പിനെ ഞാൻ കുളിപ്പിക്കുന്നില്ല. തുമ്പിനെ വീട്ടിലെത്തിയിട്ടാണ് മിക്കപ്പോഴും കുളിപ്പിക്കാറ്. അങ്ങനെ ദേ സുക്രുവിന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാനും ഫുഡ് കഴിച്ചു. അപ്പൊ ദേ സുചേട്ടനും സുക്രു ഒക്കെ ഇങ്ങനെ ചായ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനത്തെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഞാൻ ഫ്രണ്ടിൽ തന്നെ എടുത്തു വെക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി മറവി ഉള്ളത് കൊണ്ട് എപ്പോഴും മറക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് ഫ്രണ്ടിലോട്ട് എടുത്തു വെക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ പുറപ്പെട്ടു. അതിനുശേഷം നഴ്സറിയിലാക്കിട്ടോ സുക്രുവിനെ. അതിനുശേഷം തുമ്പിനെ എൻ്റെ വീട്ടിലാക്കിയതിന് ശേഷം നമ്മുടെ കൊടുങ്ങല്ലൂർ വന്നിട്ട് ഒരു നവ എന്ന് പറഞ്ഞൊരു ബൊട്ടീക്ക് ഉണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂർ ലക്ഷ്മിക്കാരുടെ ഒരു ബൊട്ടീക്കാണ്. അപ്പൊ അവിടെ എനിക്കൊരു ചുരിദാർ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനവിടെ ചുരിദാർ തയ്ക്കാൻ കൊടുക്കാൻ പോയപ്പോൾ സുചേട്ടൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അങ്ങനെ ദേ സോറി, നേഴ്സറിയിൽ അന്നേരം ആക്കിയില്ല കേട്ടോ. നമ്മൾ വന്നിട്ടാണ് നേഴ്സറിയിലാക്കിയത്. വരണ വഴിയാണ് ആക്കിയത്. കാരണം എന്തോ 9:30 ആയിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ദേ നമ്മള് കടയിലേക്ക് എത്തി. അപ്പൊ ഞാൻ കടയിലിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യണോന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ദേ നമ്മുടെ അഖില, അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യണം കണ്ടിട്ട് അവർക്ക് നാണം വന്നു തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മുഖമൊക്കെ മറിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ചു. ഇതൊക്കെ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ദേ സർവീസിനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ മഴ ആയതുകൊണ്ട് തന്നെ വളരെ കുറവാവും. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂചേട്ടനുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂചേട്ടന് ഞാൻ കൊടുത്തു. അതിനുശേഷം ഒരു കസ്റ്റമർ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുകയാണ്. മഴ നമുക്ക് വളരെ ഒരു വില്ലനാണ് കേട്ടോ. അപ്പൊ കസ്റ്റമർ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ മെക്കാനിക്ക് ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ മോള്. ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട് മുകളിൽ. അപ്പൊ അവിടെയാണ് എനിക്ക് കൂടുതലും ഞാൻ വീഡിയോസ് എടുക്കാറ്. അപ്പൊ നമ്മൾ ഉച്ചയായി. ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നു. പിന്നെ ഒരു പാൽഗോവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും തിന്നു. അപ്പൊ അതിനുശേഷം 3:30 ആയി കഴിഞ്ഞപ്പോൾ സുക്രൂനെ മെക്കാനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവന്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സുക്രു വന്നാൽ പിന്നെ സമയം പോണത് അറിയൂല. അപ്പൊ കൂടുതലും അഖിലയുടെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ സിസ്റ്റത്തിൽ ഇങ്ങനെ കാത്തു കാണലാണ് കേട്ടോ സുക്രുവിന്റെ പരിപാടി. അപ്പൊ മഴയുടെയൊക്കെ ഒരു ലക്ഷണങ്ങൾ ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രകൃതിയായിരുന്നു കേട്ടോ. വെയിലൊന്നുമില്ല. പക്ഷെ വെയിലുണ്ടായ സമയത്ത് നമുക്ക് വെയിലിന്റെ വില അറിയില്ല. മഴയാവുമ്പോ മഴ വരാൻ പ്രാർത്ഥിക്കും, മഴ ഉള്ളപ്പോൾ വെയിൽ വരാൻ പ്രാർത്ഥിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അഖിലനെ എടുക്കുമ്പോ അഖില ഇങ്ങനെ നാണം വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഷോർട്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പോവാറായി. അപ്പൊ മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവാൻ പോണേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പൊ എല്ലാവരും കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.